ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ തെങ്കാശി വിശേഷങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മത്തൻ്റെ കൃഷിയിലെ ആ കൃഷിയിടത്തിലേക്ക് ഞങ്ങൾ പോയി അവിടുത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് മത്തൻ്റെ കൃഷിയാണ്. അപ്പോൾ അവിടെ നന്നായിട്ടെല്ലാം വിളഞ്ഞ് പാകമായിട്ടുണ്ട്. അപ്പം ഇതിൽ പിന്നെ അവർ കുറേശ്ശെയായിട്ട് കൊണ്ടുവന്നൊരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ്. എന്നിട്ട് ഇത് ഒരുമിച്ച് ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ വൈകിട്ടുള്ള അവർ പറയുന്നു വൈകിട്ടുള്ള സായങ്കാലം എന്നെന്തോ പറഞ്ഞു. അവർ വൈകുന്നേരമാണ് ഇത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്ത് അവർ കാശാക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ കൃഷി തന്നെയാണ്. പിന്നെ ഇവരിത് കുറച്ച് മരുന്നൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അല്ലാതെ ഇവർക്കത് ഇതിനെ പുഴുവിനെയൊക്കെ ഇതാക്കാനായിട്ട് മരുന്ന് ചെറിയ രീതിയിൽ അവർ അടിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല. കാരണം അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ കൃഷി തന്നെയാണ്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ വീട്ടിൽ നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ നമ്മളതനുസരിച്ച് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകിയൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലാതെ ഒന്നും മാർഗ്ഗമില്ല. കാരണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി നമുക്ക് ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ ജീവിതമാർഗ്ഗം അവർ പറഞ്ഞു ഇവരുടെ ജീവിതമാർഗ്ഗമാണ്. അവർക്ക് ചെറിയ രീതിയിലൊക്കെ മരുന്നൊക്കെ തളിച്ചാലേ പറ്റുള്ളൂ. എന്നാലേ അവർക്ക് ഇതിനനുസരിച്ചുള്ള വിളവ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഇത്രയും അവർ പൈസ മുടക്കി ഇതെല്ലാം പാകമായിട്ട് ഇത് ചെയ്താൽ അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവർ കുറച്ച് രീതിയിൽ ആ പുഴുക്കളൊക്കെ വരാതിരിക്കാനുള്ള ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ടുപേര് ചേർന്നാണ് ഇതവരവിടെ ഇതൊക്കെ കൃഷി ചെയ്ത് അവരത് എടുത്ത് ഓരോന്നായിട്ട് നല്ല പാകമായതിനെയൊക്കെ കൊണ്ടുവന്ന് അവർ എടുത്തവർ ഒരിടത്ത് കൂട്ടിയിടുകയാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ അവർ വേറെ സ്ഥലങ്ങളിൽ സവാള, ചെറിയ ഉള്ളി, മുളകില്ലേ, നമ്മൾ വറ്റൽ മുളകൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഒരു ദിവസം അവിടെയൊക്കെ പോകണമെന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അത് അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. കാരണം നമ്മൾ ഇത്രയും ഒരു സ്ഥലത്ത് ഒരുപാട് സ്പേസിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നത് നേരിട്ട് കാണാനും പറ്റിയല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഒരു വലിയൊരു സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മളതങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഇവരുടെ അമരക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമരപ്പയറില്ലേ, അമരക്ക നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അമരയുടെയൊക്കെ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. അത് കുറേ കൂടെ അങ്ങോട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമരയുടെ കൃഷിയൊക്കെ കണ്ടു. അതിപ്പം കൃഷി അവിടെ കുറച്ച് അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷാണ്. ഇത് കാണുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് തോന്നും. പക്ഷേ കുറച്ച് മരുന്നൊക്കെ അടിച്ച് തന്നെയാണ് അവർ ഇതാക്കുന്നത്. ഇത് വെള്ളരിയാണ് കേട്ടോ, വെള്ളരിയുടെ കൃഷിയാണ്. അതിപ്പോൾ അവർ നട്ട് കുറച്ചൊന്നായതേ ഉള്ളൂ. ഇതൊക്കെ ആകുമ്പോഴായിരിക്കും ഒരു വിളവെടുക്കുന്നുണ്ട്. മത്തങ്ങയൊക്കെ നല്ല കുറച്ച് വലിപ്പമുള്ളതാണ്. പക്ഷെ എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക്. കാരണം നമ്മളിത് ആദ്യമായിട്ടാണല്ലോ നമ്മളിതെല്ലാം കാണുന്നത് തന്നെ. അപ്പോൾ നമുക്കതിൽ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ തെങ്ങൊക്കെ ഉണ്ട് അവിടെ. തെങ്ങിൽ ചെറിയ ഒരു തൈത്തെങ്ങ് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇഷ്ടംപോലെ തേങ്ങയൊക്കെ അതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തെങ്ങും അതിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെ ഓരോരോ കൃഷികൾ അവർ അതായിട്ട് ഓരോ ഭാഗങ്ങളിൽ അവർ പാട്ടത്തിനടുത്തൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളങ്ങനെ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം. നടക്കുകയും ചെയ്യാം, ഇതൊക്കെ കാണുകയും ചെയ്യാം. വീണ്ടും നമ്മളിങ്ങോട്ട് കുറേ ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഞാൻ ഇതിലൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ അതായത് മാടിൻ മേയ്ക്കുന്നതും കൊക്കൊക്കെ ഇല്ല, നല്ല വെള്ള കൊക്ക്, അതൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നടക്കാനും നല്ല നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ കണ്ട് നടന്നു. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോഴേക്കും നമ്മുടെ മാരിയമ്മയുടെ നാത്തൂനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് അവരും വലിയ സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുകയാണ്. അവരും കുറേ ആടുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരവിടെ മേയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് അവരവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷം, അവരുടെ കാര്യം കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. എന്തായാലും ഇവിടെ വന്നതിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, നമുക്ക് ഈ കൃഷി രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണണേ. അങ്ങനെ നമ്മളതെല്ലാം കണ്ട് വൈകുന്നേരം കുറച്ച് സമയം നമ്മൾ 1 മണിക്കൂറൊക്കെ നടക്കും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് കുറച്ചുകൂടെ എന്തായാലും നമ്മുടെ 1 മണിക്കൂർ നടക്കും. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ. താങ്ക്